ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മഹത്തായ ജ്യോതിശാസ്ത്ര നേട്ടങ്ങളുടെ കാലഘട്ടത്തിലാണ്. നമ്മുടെ കണ്ണുകൾ എന്ന പോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ദൂരദർശിനികൾക്ക് നമുക്ക് നന്ദി പറയാം. 5000-ത്തിലും അധികം വിദൂരതയിലുള്ള ലോകങ്ങൾ ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ പലതും അതിശയകരവും അമൂല്യവും ദുരൂഹവുമാണ്. ചിലത് അത്യന്തം അപകടകരമാണ്. ചില ഗ്രഹങ്ങൾ ഒരേ സമയം 2 അല്ലെങ്കിൽ 3ഓളം നക്ഷത്രങ്ങളാൽ പ്രകാശിതമാണ്. ഇതേ സമയത്ത് തന്നെ മറ്റു പലതും ശാശ്വതമായ ഇരുണ്ട ബഹിരാകാശത്തിനുള്ളിൽ മറഞ്ഞു കിടക്കുകയുമാണ്. ചില ലോകങ്ങൾ അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമ്മിൽ ഭീതി ഉളവാക്കുന്നു. മറ്റുള്ളവ വിചിത്രമായ പ്രത്യേകതകളാൽ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിലുള്ള ഈ വിചിത്ര ലോകങ്ങൾ കാണാൻ പോവുകയാണ്. സാധാരണയായി അനേകം ലോകങ്ങളിൽ നിന്നും നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ജീവിക്കാൻ സാധ്യതയുള്ള അനുയോജ്യമായ കാലാവസ്ഥയുള്ള ഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ മറിച്ച് അത്യന്തം അപകടകരമായ വസ്തുക്കളാണ് പ്രത്യേകിച്ചും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. എങ്കിലും മൂന്നാമത് മറ്റൊരു വിഭാഗം കൂടിയുണ്ട്: അസാധാരണ സ്വഭാവമുള്ള ആകാശ വസ്തുക്കൾ. ശാസ്ത്രീയമായി എളുപ്പത്തിൽ വിശദീകരിക്കുവാൻ കഴിയാത്ത വിചിത്രമായി പെരുമാറുന്ന വസ്തുക്കൾ. അത്തരം വസ്തുക്കൾ നമ്മുടെ അറിവിനെ വെല്ലുവിളിക്കുന്നു, പ്രത്യേക ശ്രദ്ധ അർഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള ലോകങ്ങളാണ്. ആദ്യം നമ്മൾ കാണുന്നത് അതിശയകരമായ ഭ്രമണപഥമുള്ള കെപ്ലർ 413b എന്ന ഗ്രഹത്തെയാണ്. വർഷം 2009. കെപ്ലർ 413 സിസ്റ്റത്തിൻ്റെ പരിസരങ്ങളിൽ ഒരു അപരിചിത വസ്തു. നക്ഷത്രത്തിന് മുന്നിലൂടെ അത് കടന്നു പോകുന്നു. അതിൻ്റെ പ്രകാശം ചെറുതായി കുറയ്ക്കുന്നു. ജ്യോതിശാസ്ത്രജ്ഞന്മാർ അതിനെ ഒരു സാധാരണ എക്സോ പ്ലാനറ്റ് ട്രാൻസിറ്റ് എന്ന് കരുതി ഒരു പുതിയ ആകാശ വസ്തുവിൻ്റെ കണ്ടെത്തൽ നടത്തിയതായി പറഞ്ഞു. എന്നാൽ ഉയർന്ന കൃത്യതയുള്ള കണക്കുകൾ അതിൻ്റെ പാരാമീറ്ററുകൾ വരെ കണക്കാക്കുവാൻ സഹായിച്ചു. ഗ്രഹം ഏകദേശം ഭൂമിയുടെ 25 മടങ്ങ് ഭാരവും വ്യാഴത്തിൻ്റെ 40% വ്യാസവുമുള്ള തണുത്ത ഭീമനാണെന്ന് തിരിച്ചറിഞ്ഞു. എങ്കിലും 180 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നക്ഷത്രത്തിൻ്റെ മുന്നിൽ ഗ്രഹത്തെ കാണുവാൻ സാധിച്ചില്ല. പഴയ ഡേറ്റകളിൽ നിന്നും വ്യക്തമായി കണ്ട ഗ്രഹം പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. നക്ഷത്രത്തിൻ്റെ ഫോട്ടോസ്ഫിയറിലെ ഇരുണ്ട പാടോ സമീപത്തുള്ള ഭീമൻ പൊടി കൂമ്പാരമോ ആണ് ഇതിന് കാരണം എന്ന് കരുതി. എങ്കിലും അതെല്ലാം തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു. 800 ദിവസങ്ങൾ കഴിഞ്ഞ് ആ ദുരൂഹ വസ്തു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു. ഇത് കെപ്ലർ 413b എന്ന ഗ്രഹമാണെന്ന് കണ്ടെത്തി. അതിന് അത്യന്തം അസാധ്യമായൊരു ഭ്രമണപഥമാണുള്ളത്. ഗ്രഹം വലം വയ്ക്കുന്നത് ഒരു നക്ഷത്രത്തെയല്ല, ഇരട്ട നക്ഷത്രങ്ങളെയാണ്. ഇതിൻ്റെ ഭ്രമണപഥത്തെ 2 നക്ഷത്രങ്ങളുടെയും ഗുരുത്വാകർഷണ ബലം ബാധിക്കുന്നു. 2 നക്ഷത്രങ്ങളുടെയും ഗുരുത്വാകർഷണ ബലം ഭ്രമണപഥത്തിൻ്റെ തലത്തെ തന്നെ മാറ്റുന്നു. അതുകൊണ്ട് 11 വർഷം നീളുന്ന ഒരു ചക്രത്തിൽ ഗ്രഹം നമ്മുടെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമാകുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്യും. ഗ്രഹത്തിൻ്റെ അച്ചുതണ്ടിലെ ചെരിവിനും നല്ല മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് 30 ഡിഗ്രി വരെ ചെരിയും. അതിൻ്റെ വിചിത്രമായ ഭ്രമണപഥവും ഉയർന്ന വികേന്ദ്രീകൃത അവസ്ഥയും ചേർന്ന് അതിൻ്റെ ഉപരിതലത്തിലെ കാലാവസ്ഥ അതിശക്തമായി മാറ്റിമറിക്കും. ചൂടും വെളിച്ചവും സ്വീകരിക്കുന്ന മേഖലകൾ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കും. ഇത് വലിയ ചുഴലിക്കാറ്റുകൾക്കും വ്യാഴത്തിൻ്റെ ഗ്രേറ്റ് ഡെഡ് സ്പോട്ടിനേക്കാൾ വലിയ കൊടുങ്കാറ്റുകൾക്കും കാരണമാകും. ഇതിൻ്റെ ഫലമായി ഉപരിതലത്തിൽ സംഭവിക്കുന്ന വലിയ പൊട്ടിത്തെറികളുടെ അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും പുറത്തേക്ക് പൊങ്ങുകയും അവ പലതും തിരികെ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലേക്ക് തന്നെ വീഴുകയും ചെയ്യും. ഇത്തരം അവസ്ഥകൾ ഈ ഗ്രഹത്തിൽ ജീവിക്കുവാൻ അസാധ്യമാക്കുന്നു. എങ്കിലും അടുത്ത ലോകവുമായി താരതമ്യം ചെയ്താൽ ഇത് ശാന്തമായ ദ്വീപ് പോലെ തോന്നും. അടുത്തത് തീപാറുന്ന ഭ്രമണപഥമുള്ള HD 80606b എന്ന ഗ്രഹമാണ്. ഭൂമിയിൽ നിന്നും 190 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള HD 80606 സിസ്റ്റം. സൂര്യനെ പോലെ തന്നെ തോന്നുന്ന ഒരു മഞ്ഞ നക്ഷത്രമാണ് അവിടെയുള്ളത്. അതിനെ ചുറ്റി വലം വെച്ചുകൊണ്ടിരിക്കുന്ന വളരെയേറെ വിചിത്രമായ കാലാവസ്ഥകളുള്ള ഒരു ഗ്രഹം. ഈ ഗ്രഹം ഒരു ഭീമൻ ധൂമഹേതുവിനെ പോലെ അമിത വേഗതയിൽ തൻ്റെ നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്ത് വരെ എത്തി കത്തുകയും പിന്നീട് നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലത്തിലേക്ക് മാറിപ്പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
ഇതൊരു വാതക ഭീമനാണ്. വ്യാഴത്തിൻ്റെ 4 മടങ്ങിൽ കൂടുതൽ ഭാരവും വ്യാഴത്തിൻ്റെ അത്ര തന്നെ വലിപ്പവുമുള്ള ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രത്തിൽ നിന്നും 0.88 ആസ്ട്രോണമിക്കൽ ദൂരത്തിലാണ്. ഈ ഗ്രഹത്തിന് സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്ന അത്ര തന്നെ ചൂടാണ് ലഭിക്കുന്നത്. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജലനീരാവി, ഐസ് സ്ഫടികങ്ങൾ, ക്വാർട്സ് പൊടിപടലങ്ങൾ പോലുള്ള മേഘങ്ങൾ രൂപപ്പെടാം. പക്ഷേ ഭ്രമണപഥത്തിലൂടെ ഇത് മുന്നോട്ട് പോകുന്തോറും വെറും 55 ദിവസങ്ങൾ കൊണ്ട് ഗ്രഹം 30 മടങ്ങോളം അടുത്തെത്തും. നക്ഷത്രത്തിൽ നിന്നും വരുന്ന ഊർജം 800 മടങ്ങ് വരെ കൂടുതലായിരിക്കും ആ സമയത്ത്. കുറഞ്ഞ ദൂരത്തിൽ ഗ്രഹത്തിൻ്റെ താപനില 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഇരട്ടിയിൽ കൂടുതലായി ഉയരും. 500 ഡിഗ്രിയിൽ നിന്നും 1200 കൂടുതൽ ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഇത് 5 km/s വേഗതയിൽ വീശുന്ന കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കും. വലിയ ചൂട് ആഗിരണം ചെയ്യുന്നതിനാൽ അന്തരീക്ഷം അമിത വേഗതയിൽ വീർക്കുകയും ഷോക്ക് വേവുകൾ രൂപപ്പെടുകയും മുഴുവൻ ഗ്രഹത്തിലേക്കും അത് പടർന്നു പിടിക്കുകയും ചെയ്യും. ജലനീരാവി ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കപ്പെടും. ക്വാർട്സ് പൂർണ്ണമായും ഉരുകി ഇല്ലാതാവുകയും പിന്നീട് മണൽമേഘങ്ങളായി വീണ്ടും രൂപപ്പെടുകയും ചെയ്യും. HD 80606b തൻ്റെ സിസ്റ്റത്തിലെ ഏക ഗ്രഹമാണ്. കാരണം ഇതിനോടകം തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണം ഭ്രമണപഥവും പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കും തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെയേറെ അപകടകരമായൊരു കൂട്ടുകെട്ടാണ് ഇനി കാണാൻ പോകുന്നത്. കെപ്ലർ 36. ഭൂമിയിൽ നിന്നും 1530 പ്രകാശവർഷം അകലെയുള്ള കെപ്ലർ 36 സിസ്റ്റം സൂര്യനെ പോലെ ഭാരമുള്ള എന്നാൽ 62% കൂടുതലുള്ള ഒരു മഞ്ഞ ഭീമൻ നക്ഷത്രം. ഈ നക്ഷത്രത്തെ ചുറ്റി 2 ഗ്രഹങ്ങളാണുള്ളത്. കെപ്ലർ 36b എന്ന റോക്കി സൂപ്പർ എർത്തും കെപ്ലർ 36c എന്ന ഹോട്ട് മിനി നെപ്റ്റ്യൂണും. ഓരോ 97 ദിവസം കഴിയുമ്പോഴും ഇവ തമ്മിൽ വെറും 1.9 ദശലക്ഷം കിലോമീറ്റർ മാത്രം അകലത്തിലെത്തും. ഭൂമിയും ശുക്രനും തമ്മിലുള്ള കുറഞ്ഞ ദൂരത്തിൻ്റെ 1/20 മാത്രം. അപ്പോൾ അവയുടെ പരസ്പര ഗുരുത്വാകർഷണം എന്നത് അതിശക്തമായ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. ചില ദിവസങ്ങൾക്ക് ശേഷം ഇവ രണ്ടും അകന്നു പോകും, പിന്നീട് വീണ്ടും അടുത്തു വരും. ഗുരുത്വാകർഷണം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ളതിനേക്കാൾ 13 മടങ്ങിലും കൂടുതൽ ശക്തമായിരിക്കും. അതിൻ്റെ ഫലമായി കെപ്ലർ 36bയുടെ ഉപരിതലം പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. വലിയ ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾക്കും കാരണമാകും. ചില പ്രദേശങ്ങൾ ഒരിക്കലും തണുത്തു പോകാത്ത അത്രത്തോളം ശക്തമായ രീതിയിൽ ലാവാ സമുദ്രങ്ങളായി മാറും. കെപ്ലർ 36b എന്ന ഈ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 0.12 ആസ്ട്രോണമിക്കൽ ദൂരം അകലത്തിലൂടെയാണ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഇതിൻ്റെ ഭ്രമണകാലം എന്നത് 14 ദിവസങ്ങളാണ്. ഭൂമിയുടെ 3.8 മടങ്ങ് ഭാരമുള്ള ഈ ഗ്രഹത്തിന് ഭൂമിയുടെ 1.5 മടങ്ങിലും കൂടുതൽ വലിപ്പമുണ്ട്. ഇതിൻ്റെ ഉപരിതല താപനില എന്നത് 700 ഡിഗ്രി സെൽഷ്യസ് ആണ്. അയൺ, ലെഡ്, സൾഫർ തുടങ്ങിയ മെറ്റലുകളാണ് ഈ ഗ്രഹത്തിൽ കൂടുതലായും അടങ്ങിയിരിക്കുന്നത്. അടുത്തത് കെപ്ലർ 36b എന്ന ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 0.13 ആസ്ട്രോണമിക്കൽ ദൂരത്തിലൂടെയാണ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഇതിൻ്റെ ഭ്രമണകാലം എന്നത് 16 ദിവസങ്ങളാണ്. ഭൂമിയുടെ 7 മടങ്ങോളം ഭാരമുള്ള ഈ ഗ്രഹത്തിന് ഭൂമിയുടെ 3.7 മടങ്ങോളം വലിപ്പവുമുണ്ട്. ഇതിൻ്റെ ഉപരിതല താപനിലയും 655 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹൈഡ്രജൻ, ഹീലിയം, നൈട്രജൻ തുടങ്ങിയ കടുത്ത വാതകങ്ങളാണ് ഇതിൻ്റെ അന്തരീക്ഷത്തിലുള്ളത്. പരസ്പരമുള്ള ഗുരുത്വാകർഷണ ബലം കാരണം സിസ്റ്റം ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത വളരെ വിചിത്രമായ വിധം പ്രവർത്തിക്കുന്നു. അടുത്ത 70 ദശലക്ഷം വർഷത്തിനുള്ളിൽ 99% സാധ്യതയും ഇവ തമ്മിൽ കൂട്ടിമുട്ടാനാണ്. ആ കൂട്ടിയിടിയുടെ ഫലമായി ആ സിസ്റ്റത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ തന്നെ മാറി മറിയും. അടുത്തത് ഭീമൻ വളയങ്ങൾ നിറഞ്ഞ സൂപ്പർ സാറ്റേൺ ആണ്. ഭൂമിയിൽ നിന്നും 434 പ്രകാശവർഷം അകലെയുള്ള ഒരു അതിശയകരമായ വസ്തു. ഇതൊരു ബ്രൗൺ ഡ്വാർഫ് അല്ലെങ്കിൽ ഭീകരമായ വാതക ഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ 20 മടങ്ങിലും കൂടുതൽ ഭാരമുണ്ട് ഈ ഗ്രഹത്തിന്. ഇതിൻ്റെ പ്രായം 15 മുതൽ 16 ദശലക്ഷം വർഷങ്ങൾ മാത്രമാണ്. ഇത് ശനിയുടെ വളയങ്ങൾ പോലെയല്ല. ആയിരക്കണക്കിന് മടങ്ങ് വലുതായ വളയങ്ങൾ കൊണ്ടാണ് ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നത്. 37 വ്യത്യസ്തങ്ങളായ വളയങ്ങൾ നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഏറ്റവും വലിയ വളയം 0.6 ആസ്ട്രോണമിക്കൽ ദൂരം വരെ വ്യാപിച്ച് കിടക്കുന്നു. അത് ശുക്രൻ്റെ ഭ്രമണപഥത്തിൻ്റെ അത്രത്തോളം വലിപ്പമാണ്. ഇത് ശനിയുടെ വളയത്തേക്കാൾ 640 മടങ്ങ് വലുതാണ്. വളയങ്ങളുടെ ആകെ ഭാരം ഭൂമിയുടെ ഭാരത്തേക്കാളും കൂടുതലാണ്.
സമയം കഴിയുന്തോറും ഇവ സ്ഥിരമല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്നു. ചില വസ്തുക്കൾ ഗ്രഹത്തിലേക്ക് വന്ന് വീഴുകയും മറ്റുള്ളവ പുറത്തേക്ക് പറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 0.4 ആസ്ട്രോണമിക്കൽ യൂണിറ്റോളം വീതിയുള്ള വലിയ ഇടിവ് വളയങ്ങൾക്കിടയിലുണ്ട്. ഭൂമിയുടെ 80% ഭാരമുള്ള ഒരു വലിയ ഉപഗ്രഹം അവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് കാണപ്പെടുന്നത് എന്നാണ് കരുതുന്നത്. കൂടാതെ 30% ഭൂമിയുടെ ഭാരമുള്ള 2 ഉപഗ്രഹങ്ങളും 0.25 ആസ്ട്രോണമിക്കൽ ദൂരത്തിലുണ്ട്. ആകെ 100 കണക്കിന് ഉപഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാം. ഇവിടെ നിന്നും കാണുന്ന ആകാശം വളരെയേറെ അത്ഭുതകരമായിരിക്കും. ബ്രൗൺ ഡ്വാർഫ് പൂർണ്ണചന്ദ്രനേക്കാളും 70 മടങ്ങ് വലുതായി ആകാശത്ത് പ്രത്യക്ഷപ്പെടും. അതിൻ്റെ വളരെയേറെ മൃദുവായ പ്രകാശം ഇരുട്ടിനെ ട്വിലൈറ്റാക്കി മാറ്റും. ഇതിൻ്റെ വിപുലമായ വളയങ്ങൾ ആകാശത്ത് ചക്രവാളം മുതൽ ചക്രവാളം വരെ നീണ്ടു നിൽക്കും. എന്നാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാളും ഒരുപാട് ശക്തമായ ടൈഡൽ ഫോഴ്സുകൾ ഉപഗ്രഹത്തിൽ വലിയ പൊട്ടിത്തെറികളും ഭീമൻ തിരമാലകളും ഉണ്ടാക്കും. കടലും കരയും കലർന്ന ഒരു വിചിത്രമായ ടൈഡൽ സോണും ഉണ്ടാക്കും. എങ്കിലും ഇത്തരം വളയങ്ങൾ സ്ഥിരതയില്ലാത്തവയാണ്. കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം ഇവയെല്ലാം പരിപൂർണമായും മാറിപ്പോവുകയും ചെയ്യും. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരിക്കലും ശാന്തമാകാതെ നിത്യവും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ സമുദ്രം. ഇതിന് തീരങ്ങളൊന്നുമില്ല. കണ്ണെത്താ ദൂരത്തോളം ഇത് വ്യാപിച്ചു കിടക്കുന്നു. എങ്കിലും നമുക്കിതിനെ വ്യക്തമായി കാണുവാനും കഴിയില്ല. കാരണം കാഴ്ച മുഴുവൻ എപ്പോഴും കനത്ത മൂടൽമഞ്ഞു മേഘങ്ങൾ മറിച്ചുകൊണ്ടേയിരിക്കും. ഇവയുടെ ഇടയിലൂടെ ഒന്നും കാണുവാൻ കഴിയാത്ത അത്രത്തോളം കട്ടിയുള്ള മേഘങ്ങൾക്ക് പിന്നിൽ ദൂരെ ദൂരെ വലിപ്പമുണ്ടെങ്കിലും വളരെയേറെ മങ്ങിയ ഒരു സൂര്യനുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് മാത്രം പ്രത്യക്ഷപ്പെടും. രാത്രിയും പകലും തമ്മിലുള്ള മാറ്റം കാണുവാൻ സാധിക്കുക വെളിച്ചത്തിലെ ചെറിയ വ്യത്യാസം കൊണ്ട് മാത്രമാണ്. ഇരുട്ടിൽ നിന്നും ചെറിയ ചാരനിറം കലർന്ന പ്രകാശം വരികയാണെങ്കിൽ അതാണ് സൂര്യോദയം. ആഴങ്ങളിലേക്ക് പോയാൽ 100 കിലോമീറ്ററുകൾക്കും താഴെ വെള്ളത്തിനടിയിൽ കോടിക്കണക്കിന് ടൺ ഭാരമുള്ള ഉരുകിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ കട്ടികൂടിയ ഐസ് മൂടിയ കോറാണുള്ളത്. നമ്മൾ സാധാരണ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ള ഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം പരിപൂർണമായും വ്യത്യസ്തമായൊരു ലോകം. അതെ, ഇതാണ് ഗ്ലീസേ 1214b. മനുഷ്യനേത്രങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രപഞ്ചത്തിലെ വളരെയേറെ ദുരൂഹമായൊരു സമുദ്രലോകം. പൂർണ്ണമായും വെള്ളത്താൽ മൂടപ്പെട്ട ഓഷ്യൻ വേൾഡ് എന്ന ഗ്രഹങ്ങളുടെ സിദ്ധാന്തപരമായ സാധ്യതകൾ ആദ്യമായി 1970കളിലാണ് പഠിക്കപ്പെട്ടത്. അന്നാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ ഗ്രഹങ്ങളുടെ ഭാഗങ്ങളെ ചൂടാക്കി ഐസ് ഉരുക്കി വലിയ സമുദ്രങ്ങളാക്കുന്നു എന്ന തെളിവുകൾ കണ്ടെത്തിയത്. നമ്മുടെ സൗരയൂഥത്തിലെ വാതക ഭീമന്മാരായ ജൂപ്പിറ്ററിൻ്റെയും ശനിയുടെയും ഉപഗ്രഹങ്ങളിൽ ഇത്തരം പ്രക്രിയകൾ നടക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. എന്നാൽ ഇവ സൂര്യനിൽ നിന്നും വളരെയേറെ അകലെയായതിനാൽ അവയുടെ പുറംപാളികൾ ഐസായി തന്നെ തുടരുന്നു. എന്നാൽ ഓഷ്യൻ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജൂപ്പിറ്ററിൻ്റെയും സാറ്റേണിൻ്റെയും ഉപഗ്രഹങ്ങളെ പോലെ ഓഷ്യൻ പ്ലാനറ്റുകളുടെ ഉപരിതലം മഞ്ഞാൽ മൂടപ്പെട്ടതല്ല. 100 കണക്കിന് കിലോമീറ്ററുകളിൽ കൂടുതൽ ആഴമുള്ള വെള്ളമാണ് അവയുടെ ഉപരിതലത്തിലുള്ളത്. 2004 ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞൻ ക്രിസ്റ്റോഫ് സാത്താൻ മുന്നണി നയിച്ച സംഘം ഇത്തരം ഗ്രഹങ്ങളുടെ രൂപീകരണത്തെപ്പറ്റി വലിയ പഠനങ്ങൾ നടത്തി. ഒരു ഗ്രഹത്തിന് 10 ഭൂമിയുടെ ഭാരത്തിലും അധികം ഭാരം ലഭിച്ചാൽ അത് ഹൈഡ്രജൻ, ഹീലിയം എന്നിവ പിടിച്ചുവെച്ച് വലുതായി വളർന്ന് ഒരു ഗ്യാസ് ജെയിൻ്റായി മാറും. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ 2 ഗ്രഹങ്ങളായ വ്യാഴത്തെയും ശനിയെയും പോലെ. പക്ഷേ 6 മുതൽ 8 വരെ ഭൂമിയുടെ ഭാരം മാത്രമുള്ളവ ഐസും പാറകളും ചേർന്ന രൂപമായിരിക്കും. നമ്മുടെ ഭൂമിയുടെ ആകെ ഭാരവും ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ ഭാരവും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഭൂമിയുടെ ആകെ ഭാരത്തിൻ്റെ വെറും 0.025% മാത്രമാണ് വെള്ളത്തിൻ്റെ ഭാരം. ഒരു ബഹിരാകാശ വസ്തുവിൻ്റെ ഭ്രമണപഥം അതിൻ്റെ മാതൃനക്ഷത്രത്തിൽ നിന്നും ഏറെ അകലെയാണെങ്കിൽ ആ വസ്തു ഐസ് ജെയിൻ്റ് അല്ലെങ്കിൽ തണുത്ത സൂപ്പർ എർത്ത് ആയിരിക്കും. അതിനുള്ളിലെ കോറിൽ നടക്കുന്ന റേഡിയോ ആക്റ്റീവ് ഡീകേ മഞ്ഞിൻ്റെ ചില ഭാഗങ്ങളെ ഉരുക്കിക്കളയും. അതുവഴി അടിഭാഗത്ത് ഒരു ഉപരിതലത്തിനടിയിൽ വലിയ സമുദ്രങ്ങൾ രൂപപ്പെടും. പക്ഷേ ഗ്രഹത്തിൻ്റെ പുറംപാളി അപ്പോഴും ഐസ് ആയിരിക്കും. എങ്കിലും ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അതിൻ്റേതായ പുറംപാളി മുഴുവൻ ഉരുകി അതിൻ്റെ ഉപരിതലം മുഴുവൻ മറച്ചു പിടിച്ച തീരമില്ലാത്ത വലിയ സമുദ്രമായി മാറും. സിദ്ധാന്തപരമായ കണക്കുകൾ പ്രകാരം
ഭൂമിയുടെ ഭാരത്തിൻ്റെ 6 മുതൽ 8 മടങ്ങ് ഭാരമുള്ള ഒരു ഗ്രഹത്തിൽ 100 കിലോമീറ്ററുകളിലും കൂടുതൽ ആഴമുള്ള വലിയ വെള്ളപ്പാളി ഉണ്ടാകും. ഇത്രയും വെള്ളം ചെലുത്തുന്ന സമ്മർദ്ദം എന്നത് 20,000 അന്തരീക്ഷ സമ്മർദ്ദം വരെ എത്തിച്ചേരും. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ഇത്ര വലിയ സമ്മർദ്ദം ചെലുത്തപ്പെടുമ്പോഴാണ് ഐസ് 7 പോലുള്ള വളരെ വിചിത്രമായ ഐസ് രൂപങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ സാന്ദ്രത എന്നത് 1650 km/m³, അതായത് സാധാരണ വെള്ളത്തെക്കാളും ഭാരമുള്ള ഐസ്. 1970കളുടെ പഠനങ്ങൾക്ക് പിന്നാലെ 42 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ചുവന്ന ചെറിയ നക്ഷത്രത്തെ കണ്ടെത്തി. ഇതിനെ ഗ്ലീസെ 1214 എന്ന് പേരിട്ടു. ഇത് സൂര്യനേക്കാൾ 5 മടങ്ങ് ചെറിയ നക്ഷത്രമാണ്. സൂര്യൻ്റെ 15.7% മാത്രമേ ഇതിന് ഭാരമുള്ളൂ. സൂര്യൻ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിൻ്റെ 300 മടങ്ങോളം കുറവാണ് ഇതിൻ്റെ പ്രകാശം. 2009 ഇതിൻ്റെ ഭ്രമണപഥത്തിൽ ഒരു ഗ്രഹത്തെയും കണ്ടെത്തി, ഗ്ലീസെ 1214b. ഈ ഗ്രഹത്തെ നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയേക്കാളും 2.5 മടങ്ങ് വലിപ്പം കൂടിയ ഗ്രഹമാണിത്. ഇതിൻ്റെ ഭാരം ഭൂമിയുടെ 6.5 മടങ്ങോളം കൂടുതലാണ്. ഇതിൻ്റെ സാന്ദ്രത 1807 km/m³, അതായത് ഭൂമിയെപ്പോലെ മെറ്റലും പാറകളും മാത്രമല്ല. ഇതിനുള്ളിൽ 75% ജലവും 25% മെറ്റലും പാറകളുമാണ്. അതിനാൽ ഇത് ഒരു ഓഷ്യൻ പ്ലാനറ്റാണ്. ഇതതിൻ്റെ മാതൃനക്ഷത്രത്തിൻ്റെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്കിടയിൽ ശരാശരി അകലം എന്നത് വെറും 20 ദശലക്ഷം കിലോമീറ്ററുകൾ മാത്രമാണ്, അതായത് 0.014 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 75 മടങ്ങ് കുറവ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓർബിറ്റിൻ്റെ എസെൻട്രിസിറ്റി 0.27 പ്ലൂട്ടോയേക്കാൾ ഒരൽപ്പം കൂടുതലാണിത്. അതായത് ഇത് നക്ഷത്രത്തിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന സമയത്ത് ഏറ്റവും അകലത്തിലുള്ള സമയത്തിൻ്റെ ഇരട്ടിയിലും കൂടുതൽ അടുത്തായിരിക്കും. ഇതിൻ്റെ ഓർബിറ്റൽ പീരീഡ് എന്നത് വെറും 36 മണിക്കൂറുകൾ മാത്രമാണ്. അതായത് ഗ്ലീസെ 1214b ഒരു തവണ നക്ഷത്രത്തെ പരിക്രമണം ചെയ്ത് തീർക്കുവാൻ നമ്മുടെ ഭൂമിയിലെ 1.5 ദിവസങ്ങൾ മാത്രം മതി. ഗ്ലീസെ 1214 എന്ന ചുവന്ന വർഗത്തിൽപ്പെട്ട റെഡ് ഡ്വാർഫ് നക്ഷത്രം നമ്മുടെ സൂര്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യനേക്കാൾ വളരെ പ്രകാശ തീവ്രത കുറവുള്ള നക്ഷത്രമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സൂര്യനേക്കാൾ 300 മടങ്ങ് മങ്ങിയതാണ് ഈ നക്ഷത്രം. പക്ഷേ ഇതിൻ്റെ അത്യന്തം അടുത്താണ് ഗ്ലീസെ 1214b എന്ന ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രഹത്തിലെ കാലാവസ്ഥ അതിശക്തമായ ചൂടായിരിക്കും. ഗ്ലീസെ 1214bയുടെ ഉപരിതലം സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹമായ വീനസിനെ പോലെയാണെന്ന് കരുതുകയാണെങ്കിൽ അതിൻ്റെ ഉപരിതല താപനില 393 കെൽവിൻ, അതായത് 120 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പക്ഷേ ഉപരിതലം ഇരുണ്ട നിറമാണെങ്കിൽ 553 കെൽവിൻ അഥവാ 280 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ട്. ഈ ഗ്രഹത്തിൻ്റെ ഓർബിറ്റ് മാതൃനക്ഷത്രത്തിൻ്റെ ഡിസ്ക് കടന്നു പോകുന്നതിനാൽ ശാസ്ത്രജ്ഞന്മാർക്ക് അതിൻ്റെ വായുമണ്ഡലം സ്പെക്ട്രോസ്കോപ്പിക് രീതിയിൽ പഠിക്കാനാകും. എങ്കിലും അതിൽ നിന്നും ലഭിച്ച വിവരങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്ര വ്യക്തമല്ല. ഇത് ശരിക്കും ഒരു ഓഷ്യൻ പ്ലാനറ്റ് ആണെങ്കിൽ അതിൻ്റെ വായുമണ്ഡലം പ്രധാനമായും വാട്ടർ വേപ്പറിനാലും മറ്റു ചില ഗ്യാസുകളാലും നിറഞ്ഞിരിക്കണം. എന്നാൽ ഇതുവരെ ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള ഘടനകളുടെ രേഖകളും വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ പോലുള്ള കോംപ്ലക്സ് മൂലകങ്ങളുടേതും ഒന്നും കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. കാരണം ഗ്ലീസെ 1214bയുടെ ഏറ്റവും പുറമെയുള്ള വളരെയേറെ കട്ടി കൂടിയ വായുമണ്ഡലം അതിൻ്റെ യഥാർത്ഥ ഘടനയെ നിരീക്ഷകരിൽ നിന്നും മറച്ചു പിടിക്കുന്നത് കൊണ്ടാണ്. ഈ ഗ്രഹത്തിൻ്റെ ഉപരിതല അവസ്ഥകൾ ഒരു വലിയ സ്റ്റീം ബോയിലറിൻ്റെ അകത്തെ അന്തരീക്ഷത്തോട് ഒരുപാട് സാമ്യമുള്ളതുമാണ്. ഏറ്റവും ആശ്ചര്യകരമായ കാര്യം ഈ ഗ്രഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ള അന്തരീക്ഷ പാളിയുടെ മർദ്ദം ഭൂമിയിലേതിനേക്കാൾ കുറഞ്ഞത് 15 ഇരട്ടിയായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഗ്രഹത്തിലുടനീളമുള്ള സമുദ്രവും അന്തരീക്ഷവും സമതുല്യമായി നിലകൊള്ളുന്നതിനാൽ അവയുടെ അതിർത്തി വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കില്ല. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിനു മുകളിലെ ജലബാഷ്പത്തിൻ്റെ സാന്ദ്രത സ്ഥിരമായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റേതിനോട് ഏകദേശം തുല്യമാണ്. കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്തോറും സമുദ്രത്തിൻ്റെ മർദ്ദം കൂടിക്കൊണ്ടേയിരിക്കും. ഏകദേശം 100 കിലോമീറ്ററുകൾ ആഴത്തിൽ എത്തിക്കഴിയുമ്പോൾ വെള്ളം അത്രയും ഉയർന്ന മർദ്ദത്തിൽ ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളാൻ കഴിയാതെ സങ്കീർണവും ഭാരമേറിയതുമായ വലിയ ഐസായി മാറും.
ഈ ഐസ് പാളിയുടെ കനം എന്നത് 5000 കിലോമീറ്ററിൽ കൂടുതലായിരിക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതായത് ഈ ഗ്രഹത്തിലുള്ള വെള്ളത്തിൻ്റെ ഭൂരിഭാഗവും ഇവിടെ ക്രയോസ്ഫിയറിന് താഴെയാണ് അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെയും അടിയിൽ ശിലകളും ലോഹങ്ങളും ചേർന്ന കോറായിരിക്കും. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സമുദ്രഗ്രഹങ്ങളിൽ ജീവൻ വികസിക്കാനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്. കാരണം ഇവിടുത്തെ സമുദ്രങ്ങളിൽ ജീവികൾക്ക് അനിവാര്യമായ മൈക്രോ ഘടനകൾ വളരെയേറെ കുറവാണ്. ഇടയ്ക്കിടെ ഗ്രഹത്തിൽ ഉൽക്കകൾ വന്ന് പതിച്ചാലും ജീവൻ രൂപപ്പെടാനും വളരുവാനും ആവശ്യമായ രാസവൈവിധ്യം ലഭിക്കുകയില്ല. എങ്കിലും ഇത്തരത്തിലുള്ള സമുദ്രഗ്രഹങ്ങളെ പഠിക്കുന്നത് ശാസ്ത്രലോകത്തിന് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നാസ പല ഗണിത മാതൃകകളുടെയും അടിസ്ഥാനത്തിൽ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2020 പ്രസിദ്ധീകരിച്ച ഗണിത മാതൃകകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആകാശഗംഗയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഗ്രഹങ്ങൾ ബില്യൺ കണക്കിനുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവയിൽ ചിലത് തണുത്തവയായിരിക്കും, ഐസ് ഷെല്ലിന് കീഴിൽ സമുദ്രങ്ങൾ ഉള്ളവയായിരിക്കും, ചിലത് ചൂടുള്ളവയായിരിക്കും, ഗ്ലീസെ 1214b പോലുള്ള സമുദ്രഗ്രഹങ്ങളായിരിക്കും. വെള്ളം പ്രപഞ്ചത്തിലെ ഏറ്റവും വ്യാപകമായ സങ്കീർണമായ രാസ സംയോജനങ്ങളിൽ ഒന്നാണ്. അതിനാൽ പുതിയ സമുദ്രഗ്രഹങ്ങളെ കണ്ടെത്തുവാനുള്ള സാധ്യതകൾ വളരെയേറെ പ്രതീക്ഷാജനകവുമാണ്. പ്രപഞ്ചത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രവും രഹസ്യങ്ങൾ നിറഞ്ഞതുമായ ലോകങ്ങളിൽ ഒന്നാണ് ഗ്ലീസെ 1214b. തീരങ്ങളില്ലാത്ത ശാശ്വതമായി തിളച്ചുമറിയുന്ന സമുദ്രം, സമുദ്രത്തിനടിയിൽ കോടിക്കണക്കിന് കിലോമീറ്ററുകളോളം കട്ടിയുള്ള ഐസ്, അതിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചൂടാർന്ന കോറ്, ഇതെല്ലാം ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഓഷ്യൻ വേൾഡ്. ജീവനുണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണെങ്കിലും ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ കൂടുതൽ വലിയ ചോദ്യങ്ങളിലേക്ക് നയിക്കും. പ്രപഞ്ചത്തിലെ വെള്ളത്തിൻ്റെ വ്യാപ്തി, ഗ്രഹങ്ങളുടെ വികാസം, ജീവന്റെ സാധ്യതകൾ. അനന്തമായ പ്രപഞ്ചത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ വലംബിച്ചുകൊണ്ടേയിരിക്കുന്ന കോടാനുകോടി ഗ്രഹങ്ങളിൽ ഭൂമിയിലെ പോലെ തന്നെ ജലവും മണ്ണും പച്ചപ്പും ജീവവായുവും എല്ലാമുള്ള വാസയോഗ്യമായ മറ്റേതെങ്കിലും ലോകങ്ങളുണ്ടാകുമോ? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ആകാശഗംഗയ്ക്കുള്ളിലുള്ള അനേകം നക്ഷത്രങ്ങൾക്കിടയിലൂടെ നമ്മൾ ഈ അന്വേഷണം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2015 കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്നും ഏകദേശം 124 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ ഗ്രഹത്തെ കണ്ടെത്തി. K2-18b എന്നാണ് ആ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇത് ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുള്ള ഗ്രഹമാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ നാൾ മുതൽ ശാസ്ത്രലോകം ഇതിനെക്കുറിച്ച് നിരന്തരം നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ്. ഇതിലൂടെ പല പുതിയ കണ്ടെത്തലുകളും നടത്തുവാൻ സാധിച്ചു. ഭൂമിയിലെ ജീവൻ്റെ പ്രധാന ഘടകമായ മീഥെയ്നെ കണ്ടെത്തി. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യവും സമുദ്രത്തിലെ ജീവജാലങ്ങൾ കാരണം ഭൂമിയിലുണ്ടാകുന്ന ഡൈമീഥൈൻ സൾഫൈഡിനെയും കണ്ടെത്തി. ഈ ഗ്രഹത്തിൻ്റെ എർത്ത് സിമുലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI വാല്യൂ കണക്കാക്കുന്നത് 0.73 എന്നാണ്. അതായത് K2-18b എന്ന ഗ്രഹം ഭൂമിയുമായി 73% സാമ്യമുണ്ട്. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും 124 പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള K2-18 എന്ന റെഡ് ഡ്വാർഫ് അഥവാ ചുവന്ന കുള്ളൻ നക്ഷത്രത്തിൻ്റെ സമീപത്താണ്. മറ്റ് നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിപ്പവും പ്രകാശ തീവ്രതയും താപനിലയുമെല്ലാം വളരെയേറെ കുറഞ്ഞ നക്ഷത്രങ്ങളാണ് റെഡ് ഡ്വാർഫുകൾ. നമ്മുടെ നക്ഷത്രമായ സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ K2-18 സൂര്യൻ്റെ പകുതി വലിപ്പവും മാസവും മാത്രമേ ഉള്ളൂ. ശരാശരി താപനില 3000 ഡിഗ്രി സെൽഷ്യസാണ്. 40,000 കോടി നക്ഷത്രങ്ങളുള്ള നമ്മുടെ ഗാലക്സിയിൽ കൂടുതലുമുള്ളത് ഇതുപോലുള്ള ചെറിയ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ തന്നെയാണ്. ഈ നക്ഷത്രത്തിൻ്റെ ചുറ്റിലുമായി 2 ഗ്രഹങ്ങൾ നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. K2-18b എന്നും K2-18c എന്നും പേര് നൽകിയിരിക്കുന്ന ഗ്രഹങ്ങൾ. നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് K2-18b സ്ഥിതി ചെയ്യുന്നത്. അതായത് ഭൂമിയിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ ഗ്രഹത്തിലും ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. റെഡ് ഡ്വാർഫുകളുടെ താപനില വളരെ കുറവായതുകൊണ്ട് തന്നെ അതിനു ചുറ്റിലുമുള്ള ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്തായിരിക്കും. K2-18b എന്ന ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും വെറും
.14 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 1/10 ദൂരം. എന്നാൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന മറ്റ് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവയെക്കാളുമെല്ലാം അകലത്തിലൂടെയാണ് K2-18b നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഇതിന് ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുവാൻ ഏകദേശം 33 ഭൗമ ദിനങ്ങളാണ് വേണ്ടി വരിക. അതായത് K2-18b എന്ന ഗ്രഹത്തിൻ്റെ ഒരു വർഷം 33 ദിനങ്ങൾ മാത്രമാണ്. വലിപ്പം വെച്ച് നോക്കുമ്പോൾ K2-18b എന്ന ഗ്രഹവും നമ്മുടെ ഭൂമിയേക്കാൾ ഒരുപാട് വലിപ്പം കൂടിയ ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണ്. അതായത് ഭൂമിയുടെ 9 മടങ്ങിലും കൂടുതൽ മാസും 3 മടങ്ങ് വലിപ്പവുമുള്ള ഗ്രഹം. ഗ്രഹത്തെ കണ്ടെത്തിയ അന്ന് മുതൽ നടത്തിയ നിരീക്ഷണങ്ങളുടെ ഫലമായി 2019 ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളിൽ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അതായത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ജലം. പിന്നീട് നടത്തിയ നിരീക്ഷണങ്ങളിൽ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ കൂടിയ അളവിൽ ഹൈഡ്രജൻ ഉണ്ട് എന്നും കണ്ടെത്തി. ഈ ഗ്രഹത്തിന് ഹൈഡ്രജനാൽ നിർമ്മിതമായ കട്ടിയേറിയ അന്തരീക്ഷമാണുള്ളത്. ഭൂമിയേക്കാളും 9 മടങ്ങ് മാസുള്ള K2-18b എന്ന ഈ ഗ്രഹത്തിൻ്റെ മുഴുവൻ മാസിൻ്റെ 6% ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ മാത്രം മാസാണ്. ഈ ഗ്രഹത്തിൻ്റെ പ്രത്യേകതകളെല്ലാം വെച്ച് ശാസ്ത്രജ്ഞന്മാർ K2-18b എന്ന ഗ്രഹത്തിൻ്റെ ഭൂമി പോലുള്ള ടെറസ്ട്രിയൽ പ്ലാനറ്റുകൾക്കും വ്യാഴത്തെ പോലുള്ള ഗ്യാസ് ജെയിൻറ്റ് പ്ലാനറ്റുകൾക്കും ഇടയിലുള്ള മറ്റൊരു വിഭാഗം ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അത്തരം പ്ലാനറ്റുകളെ ഹൈഷ്യൻ പ്ലാനറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് K2-18b എന്ന ഗ്രഹം ഒരു ഹൈഷ്യൻ പ്ലാനറ്റാണ്. ഇത്തരം ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ധാരാളമായി ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ധാരാളമായി ജലം നിറഞ്ഞു കിടക്കുന്ന സമുദ്രങ്ങളുമുണ്ട്. എന്നാൽ ഈ ഗ്രഹത്തിൽ നിലനിൽക്കുന്ന ജലം സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലായിരിക്കും നിലനിൽക്കുക. അതായത് ഉയർന്ന സമ്മർദ്ദവും താപനിലയും മൂലം ജലം നീരാവി പോലെ ആയിരിക്കും. ഈ കഴിഞ്ഞ വർഷം ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ ഈ ഗ്രഹവുമായി സംബന്ധിച്ച് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് മാസങ്ങൾക്ക് മുമ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് K2-18b എന്ന ഗ്രഹത്തിൽ നിന്നും ചിത്രീകരിച്ച സ്പെക്ട്രോസ്കോപ്പിക് ഡേറ്റകളെ അടിസ്ഥാനപ്പെടുത്തി ഇറക്കിയ പ്രബന്ധം. ഈ കഴിഞ്ഞ നാളുകളിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളായ മീഥൈൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വലിയ തോതിലുള്ള അളവ് കണ്ടെത്തി. ഹരിതഗ്രഹ വാതകങ്ങൾ എന്നാണ് ഇവയെ നമ്മൾ വിളിക്കുന്നത്. അതായത് ഭൂമിയിൽ ജീവജാലങ്ങളെ നിലനിർത്തുന്നതിനാവശ്യമായ സൂര്യൻ്റെ ഊർജത്തെ ഭൂമിയിൽ തങ്ങി നിർത്തുന്ന വാതകങ്ങളാണ് ഇവ. ഇതേ ഹരിതഗ്രഹ വാതകങ്ങൾ തന്നെയാണ് വലിയ തോതിൽ K2-18b എന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ജീവനില്ലാത്ത സൗരയൂഥത്തിലെ പല ഗ്രഹങ്ങളിലും ഇതേ വാതകമുണ്ട്. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു വാതകത്തിൻ്റെ കണ്ടെത്തലാണ്, ഡൈമീഥൈൻ സൾഫൈഡ്. ഭൂമിയിലെ ഫ്ലൈറ്റോപ്ലാന്റൻ പോലുള്ള അതിസൂക്ഷ്മ സമുദ്രജീവികളുടെ പ്രവർത്തനം മൂലം മാത്രമാണ് സൾഫർ ഡൈമീഥൈൻ സൾഫൈഡായി മാറുന്നത്. അതുകൊണ്ട് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ ഈ വലിയ കണ്ടുപിടുത്തമാണ് K2-18b എന്ന ഈ അന്യഗ്രഹത്തിനുള്ളിൽ ജീവജാലങ്ങൾ ഉള്ളതിൻ്റെ എല്ലാ സാധ്യതകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നാളിതുവരെ നമ്മൾ നടത്തിയ ഒരു കണ്ടുപിടുത്തത്തിലും നിരീക്ഷണങ്ങളിലും ജീവൻ്റെ ഇത്ര വലിയ സാധ്യതകൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയിലേതുപോലെ തന്നെ ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന നമ്മുടെ അന്വേഷണങ്ങൾക്കിടയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അന്യഗ്രഹ ജീവനുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ കണ്ടെത്തിയതിൽ ഏറ്റവും ശക്തമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. K2-18b എന്ന ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്ന ക്രൈംബ്രിഡ്ജ് സർവകലാശാലയിലെ ഇന്ത്യൻ വംശജനായ നിക്കു മധുസൂദനൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമിയിലെ ജീവനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകളുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇത് 2ാം തവണയാണ് ജെയിംസ് വെബ് ദൂരദർശിനിയുടെ സഹായത്തോടെ ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ജീവനുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളെ കണ്ടെത്തുന്നത്. K2-18bയിൽ ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളാണ് ഇത് എന്ന് നിക്കു മധുസൂദനൻ BBC യോട് പറഞ്ഞു. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന
നിയർ ഇൻഫ്രാറെഡ് ഇമേജർ അടക്കമുള്ള 3 സുപ്രധാന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം വിശകലനം നടത്തിയത്. ഈ ഗ്രഹം വലം വെച്ചുകൊണ്ടിരിക്കുന്ന ചുവന്ന കുള്ളൻ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ സഹായത്തോടെ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലെ രാസസംയുക്തങ്ങൾ വിശകലനം ചെയ്തു. ഈ വിശകലനത്തിൽ നിന്നുമാണ് ഡൈമീഥൈൻ സൾഫൈഡ് എന്ന DMS, ഡൈമീഥൈൻ ഡൈസൾഫൈഡ് എന്ന DMDS എന്നീ സവിശേഷകരമായ 2 വാതകങ്ങളെ കണ്ടെത്തിയത്. സവിശേഷകരമായ വാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഭൂമിയിൽ മറൈൻ ഫ്ലൈറ്റോപ്ലാങ്ടണും ബാക്ടീരിയകളുമാണ് ഈ വാതകം ഉൽപ്പാദിപ്പിക്കുന്നത്. ഭൂമിയിലേതിനേക്കാൾ വളരെ കൂടിയ അളവിൽ K2-18b എന്ന ഗ്രഹത്തിൽ ഈ വാതകങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് നിക്കു മധുസൂദനൻ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഗ്രഹത്തിൽ നിറയെ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ നിക്കു മധുസൂദനൻ. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിയിൽ ജ്യോതിശാസ്ത്ര എക്സോ പ്ലാനറ്ററിംഗ് സർവീസ് പ്രൊഫസറാണ് അദ്ദേഹം. K2-18b എന്ന ഈ പുതിയ ഭൂമിയെക്കുറിച്ച് ഇനിയും വിശദമായി പഠനങ്ങൾ നടത്തും. ജീവൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ കൂടുതൽ പഠന വിധേയമാക്കും. അങ്ങനെ അധികം താമസിയാതെ തന്നെ ഈ ഗ്രഹത്തിനുള്ളിലുള്ള ജീവജാലങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കട്ടെ. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിന് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമല്ല എന്ന ഉത്തരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് K2-18b എന്ന ഈ ഗ്രഹത്തിൽ കണ്ടെത്തിയ ജീവൻ്റെ തെളിവുകൾ. 2009 മെയ് മാസം നാസയുടെ കെപ്ലർ ബഹിരാകാശ ദൂരദർശിനി ആദ്യമായി ഭൂമിയിൽ നിന്നും ഏകദേശം 640 പ്രകാശവർഷങ്ങൾ അഥവാ 200 പാർസക് ദൂരമകലെ സിഗ്നസ് നക്ഷത്ര സമൂഹത്തിൽ അവിശ്വസനീയമായൊരു കാഴ്ച കണ്ടു. 2011 ഡിസംബർ മാസം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. സൂര്യന് സമമായ കെപ്ലർ 22 എന്ന് പേര് നൽകിയിരിക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖല അഥവാ വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹം. സൂര്യന് സമാനമായൊരു നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖലയ്ക്കുള്ളിലൂടെ പരിക്രമണം ചെയ്യുന്ന ആദ്യത്തെ അറിയപ്പെടുന്ന ഗ്രഹമാണിത്, കെപ്ലർ 22b. കെപ്ലർ 22 എന്നത് നമ്മുടെ സൂര്യനെ പോലുള്ളൊരു നക്ഷത്രമാണ്. സിഗ്നസ് രാശിയിൽ സ്ഥിതി ചെയ്യുന്ന G ടൈപ്പ് നക്ഷത്രം. G5v എന്ന സ്പെക്ട്രൽ ക്ലാസ്സിലാണ് ഈ നക്ഷത്രത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യൻ്റെ അതേ തരത്തിലുള്ള റേഡിയേഷനും എനർജിയും ഇതിനുണ്ട്. G5v എന്ന് പറയുന്നത് എന്താണ്? നക്ഷത്രങ്ങളെ എല്ലാം അവയുടെ താപനിലയുടെ അടിസ്ഥാനത്തിൽ, അതായത് താപനില കൂടിയവ മുതൽ കുറഞ്ഞവ വരെ പല ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ O, B, A, F, G, K, M എന്നീ അക്ഷരങ്ങളാണ് അവയെ തരംതിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. O ക്ലാസ്സിൽ ഏറ്റവും താപനില കൂടിയവയും M ക്ലാസ്സിൽ താപനില കുറഞ്ഞവയുമാണുള്ളത്. കൂടാതെ ഓരോ ക്ലാസ്സിലും ആ ക്ലാസ്സിലെ താപനില കൂടിയവ മുതൽ കുറഞ്ഞവ വരെ വീണ്ടും 10 സബ് ക്ലാസ്സുകളായും തിരിച്ചിട്ടുണ്ട്. താപനിലയുടെ വ്യത്യാസമനുസരിച്ച് ഓരോ ക്ലാസ്സിലും ഉൾക്കൊള്ളുന്ന നക്ഷത്രങ്ങൾക്ക് നിറങ്ങൾ പലതായിരിക്കും. താപനില ഏറ്റവും കൂടിയ നക്ഷത്രങ്ങളിൽ നിന്നും നീല നിറത്തോടു കൂടിയ പ്രകാശമാണ് പുറത്തു വരുന്നത്. അത്തരം നക്ഷത്രങ്ങൾ നീല നക്ഷത്രങ്ങളായിരിക്കും. എന്നാൽ താപനില ഏറ്റവും കുറവുള്ള നക്ഷത്രങ്ങളിൽ നിന്നും ചുവന്ന പ്രകാശമാണ് പുറത്തു വരുന്നത്. അവ ചുവന്ന നക്ഷത്രങ്ങളുമായിരിക്കും. ഇവയിൽ G ക്ലാസ്സിൽ ഉൾക്കൊള്ളുന്ന G2v നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ഇതേ സ്പെക്ട്രൽ ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളുന്ന നക്ഷത്രമാണ് കെപ്ലർ 22. ഏകദേശം 5800 കെൽവിൻ ഉപരിതല താപനിലയുള്ള ഒരു മഞ്ഞ നക്ഷത്രത്തെ സൂചിപ്പിക്കുന്ന സ്പെക്ട്രൽ തരത്തെയാണ് G2 എന്ന് പറയുന്നത്. അകക്കാമ്പിൽ ഹൈഡ്രജൻ സജീവമായി ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന മുഖ്യധാര നക്ഷത്രത്തെയാണ് V എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കെപ്ലർ 22 സൂര്യനെ പോലുള്ളൊരു നക്ഷത്രമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നക്ഷത്രം സൂര്യനേക്കാൾ ഒരല്പം ചെറുതും അല്പം മാത്രം മാസും പ്രകാശവും കുറഞ്ഞ നക്ഷത്രമാണ്. അതായത് സൂര്യനേക്കാൾ 3% മാത്രം മാസ് കുറഞ്ഞ 0.97 സോളാർ മാസ് ഉള്ളതും സൂര്യനേക്കാൾ 2% മാത്രം വലിപ്പം കുറഞ്ഞ 0.979 സോളാർ റേഡിയസ് ഉള്ളതുമായ നക്ഷത്രമാണ്. ഇതിൽ നിന്നും പുറത്തു വരുന്ന താപനില 5518 കെൽവിനാണ്. സൂര്യനിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ 79% പ്രകാശവും ഈ നക്ഷത്രം പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖല അഥവാ ഹാബിറ്റബിൾ സോണിലൂടെ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഗ്രഹമാണ് കെപ്ലർ 22b.
നക്ഷത്രത്തിൻ്റെ അധികം അടുത്തോ അധികം അകലെയോ അല്ലാതെ നക്ഷത്രത്തിൽ നിന്നും മിതമായ ചൂടും തണുപ്പും ലഭിക്കുന്ന സൂര്യനിൽ നിന്നും ഭൂമി സ്ഥിതി ചെയ്യുന്ന അതേ പ്രദേശത്ത് തന്നെയാണ് കെപ്ലർ 22bയും സ്ഥിതി ചെയ്യുന്നത്. കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് ട്രാൻസിറ്റ് മെത്തേഡിലൂടെയാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത്. നമ്മിൽ നിന്നും അനേകം പ്രകാശവർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന അന്യഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന മെത്തേഡാണ് ട്രാൻസിറ്റ് മെത്തേഡ്. മാസങ്ങളോ വർഷങ്ങളോ ഒരു നക്ഷത്രത്തെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം കൃത്യമായ ഇടവേളകളിൽ മങ്ങിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഗ്രഹം ആ നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട് എന്നാണ്. ആ നക്ഷത്രത്തിൻ്റെ പ്രകാശ തീവ്രത കുറയുന്നതിനനുസരിച്ച് ആ ഗ്രഹത്തിൻ്റെ സ്ഥാനവും വലിപ്പവും നമുക്ക് നിർണ്ണയിക്കുവാൻ സാധിക്കും. വലിയ തോതിൽ പ്രകാശം കുറയുകയാണെങ്കിൽ ആ ഗ്രഹം വലുതായിരിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ മങ്ങൽ വളരെ പെട്ടെന്ന് തന്നെ മാറുകയാണെങ്കിൽ ഗ്രഹം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാം. ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് കൂടുതൽ അന്യഗ്രഹങ്ങളെയും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും അവയെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളതും. വലിപ്പം, സാന്ദ്രത, ഉപരിതല താപനില എന്നിങ്ങനെ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഗ്രഹം ഭൂമിയുമായി എത്രമാത്രം സാമ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള അളവുകോലാണ് എർത്ത് സിമുലാരിറ്റി ഇൻഡെക്സ് എന്ന ESI വാല്യൂ. കെപ്ലർ 27bയുടെ ESI വാല്യൂ 0.71 ആണ്. അതായത് ഈ ഗ്രഹത്തിന് ഭൂമിയുമായി 71% സാമ്യമുണ്ട്. കെപ്ലർ 22b എന്ന ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഭൂമി സൂര്യനിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന ദൂരത്തിൻ്റെ 15% സമീപത്തുകൂടെയാണ് നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ 79% പ്രകാശം പുറപ്പെടുവിക്കുന്ന കെപ്ലർ 22 എന്ന നക്ഷത്രത്തിൽ നിന്നും ഇതേ ദൂരത്തിലൂടെ പരിക്രമണം ചെയ്താലും സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്ന താപനില തന്നെയാണ് കെപ്ലർ 22b എന്ന ഗ്രഹത്തിനും നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്നത്. നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗ്രഹം ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണ്. അതായത് ഭൂമിയുടെ 10 മുതൽ 15 മടങ്ങ് വരെ മാസ് കൂടുതലുള്ള ഗ്രഹം. ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയുടെ 2.4 മടങ്ങ് വലിപ്പം കൂടുതലുണ്ട്. ഒരു തവണ പൂർണ്ണമായും നക്ഷത്രത്തെ പരിക്രമണം ചെയ്ത് തീർക്കുന്നതിന് കെപ്ലർ 22bക്ക് വേണ്ടി വരിക ഭൂമിയിലെ 290 ദിവസങ്ങളാണ്. അതായത് കെപ്ലർ 22bയിലെ ഒരു വർഷം എന്നത് നമ്മുടെ 290 ദിവസങ്ങളാണ്. സൂര്യൻ്റെ 79% പ്രകാശം പുറപ്പെടുവിക്കുന്ന നക്ഷത്രത്തിൽ നിന്നും കെപ്ലർ 22bക്ക് ലഭിക്കുന്ന ശരാശരി താപനില 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതായത് ഭൂമിയിലെ വസന്തകാലത്ത് അനുഭവപ്പെടുന്ന അതേ താപനില. ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിൻ്റെ നിലവിൽ ലഭ്യമായ പാരാമീറ്ററുകൾ അതിൻ്റെ 290 എന്ന പരിക്രമണ കാലഘട്ടവും 90 ഡിഗ്രി എന്ന അതിൻ്റെ ചെരിവുമാണ്. ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഗ്രഹം അതിൻ്റെ ആതിഥേയ നക്ഷത്രത്തിൻ്റെ ഡിസ്കിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ദീർഘവൃത്താകൃതിയായ ഭ്രമണപഥത്തിലാണ് കെപ്ലർ 22b സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താപനില മാറിക്കൊണ്ടേയിരിക്കും. ഗ്രഹത്തിൻ്റെ മേൽഭാഗം മുഴുവനും നീരാവി, കനം കൂടിയ അന്തരീക്ഷം, സമുദ്രജലം എന്നിവ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിലേതുപോലെ കരഭാഗമുള്ള ഭൂഖണ്ഡങ്ങൾ ഒന്നുമില്ല. മുഴുവനും സമുദ്രജലം മാത്രം. കെപ്ലർ 22bയുടെ ഡെൻസിറ്റി എത്രയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. പക്ഷേ ഗ്രഹത്തിൻ്റെ വലിപ്പം, നക്ഷത്രത്തിൽ നിന്നുമുള്ള ദൂരം, താപനില എന്നിവ പരിഗണിക്കുമ്പോൾ ഭൂമിയേക്കാളും വലിപ്പം കൂടിയതും നെപ്റ്റ്യൂണിനേക്കാളും വലിപ്പം കുറഞ്ഞതുമായ ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണെന്നും ഉപരിതലം മുഴുവൻ സമുദ്രത്താൽ നിറഞ്ഞു കിടക്കുന്ന ഓഷ്യൻ പ്ലാനറ്റാണ് എന്നുമാണ് മനസ്സിലാകുന്നത്. കൂടാതെ ഗ്രഹം നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡ് ആകാനുള്ള സാധ്യതകളാണ് വളരെയേറെ കൂടുതൽ. അതായത് ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് അഭിമുഖമായിരിക്കും, മറുവശത്ത് എപ്പോഴും നിത്യമായ അന്ധകാരവുമായിരിക്കും. നക്ഷത്രത്തിനോട് അഭിമുഖമായിരിക്കുന്ന വശത്തിലെ താപനില നീളമേറിയ ഭ്രമണപഥത്തിലെ സഞ്ചാരം മൂലം നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. കെപ്ലർ 22bയിലെ ഏറ്റവും കൗതുകകരമായ സ്ഥലം ടെർമിനേറ്റർ സോണാണ്. ഗ്രഹത്തിൻ്റെ പ്രകാശമുള്ള വശവും ഇരുണ്ട വശവും കൂടിച്ചേരുന്ന മേഖലയാണിത്. ഇത് ജീവനേറ്റവും സുഖകരമായ പ്രദേശമായിരിക്കും എന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. ടെർമിനേറ്റർ സോണിലെ താപനില ഉപരിതലത്തിൽ ദ്രാവകജലം നിലനിൽക്കുവാൻ കഴിയുന്ന അത്രത്തോളം സ്ഥിരതയുള്ളതാണ്. അന്തരീക്ഷത്തിലെ ചൂടും തണുപ്പും സന്തുലിതമാകുന്നതിനാൽ ഇവിടെ ജലം ദ്രാവകാവസ്ഥയിൽ തുടരും. പ്രകാശമുള്ള വശത്തു നിന്നുമുള്ള തീവ്രമായ ബാഷ്പീകരണവും ഇരുണ്ട ഭാഗത്തു നിന്നുമുള്ള തണുപ്പും
ഈ പ്രദേശത്തുള്ള നദികളിലും തടാകങ്ങളിലും സമുദ്രങ്ങളിലുമെല്ലാം ജീവൻ തഴച്ചു വളരുവാൻ കഴിയുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. സങ്കീർണമായ ജീവനുകളുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശം ഈ ടെർമിനേറ്റർ സോൺ തന്നെയാണ്. ഭൂമിയേക്കാൾ വലിപ്പം കൂടുതലുള്ള ഈ ഗ്രഹത്തിലെ ഗുരുത്വാകർഷണ ബലവും ഭൂമിയേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ ഇന്ന് ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ആകൃതിയും ചലനശേഷിയും എല്ലാം നമ്മിൽ നിന്നുമെല്ലാം വളരെയേറെ വിഭിന്നമായിരിക്കും. കെപ്ലർ 22b എന്ന ഈ ഗ്രഹം മനുഷ്യർക്ക് സുഗമമായി വസിക്കുവാൻ സാധിക്കുന്ന ഒരു ലോകമാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇതുപോലുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും അവയെ കണ്ടെത്തുന്നതും ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന ആഴത്തിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ്. ഈ പരിശ്രമങ്ങൾക്കിടയിൽ 2014 ഒരു അത്ഭുത ഗ്രഹത്തെ കണ്ടെത്തി, ഗ്ലീസെ 832c. ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിൽക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഗ്രഹങ്ങളിൽ പ്രധാനിയാണ് ഈ ഗ്രഹം. മറ്റൊരു ഭൂമി എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന ഈ ലോകത്തിലെ സവിശേഷതകൾ നമുക്ക് വിശദമായി തന്നെ കാണാം. സൂര്യനിൽ നിന്നും വെറും 16 പ്രകാശവർഷങ്ങൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രൂസ് നക്ഷത്ര രാശിയിൽ ഗ്ലീസെ 832 എന്ന ഒരു നക്ഷത്രമുണ്ട്. ഗ്ലീസെ 832 വളരെയേറെ മങ്ങിയ ഒരു ചുവന്ന റെഡ് ഡ്വാർഫ് നക്ഷത്രമാണ്. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ വെറും 7% മാത്രമേ ഇതിന് പ്രകാശമുള്ളൂ. സൂര്യനേക്കാളും ഏകദേശം 2 മടങ്ങിലും കൂടുതൽ ചെറുതാണ്. അത്രത്തോളം കുറവാണ് ഇതിൻ്റെ ഭാരവും. നക്ഷത്രത്തിൻ്റെ താപനില സാധാരണ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ പോലെ തന്നെ ഏകദേശം 3300 കെൽവിനാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയുന്ന, അതായത് ഹാബിറ്റബിൾ മേഖല നക്ഷത്രത്തിൻ്റെ വളരെയേറെ അടുത്താണ്. ടൈഡൽ ഫോഴ്സുകൾ കാരണം ഈ മേഖലയിലുള്ള ഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും ഒരേ വശം മാത്രമേ നക്ഷത്രത്തിലേക്ക് തിരിക്കുന്നുള്ളൂ. നമ്മുടെ ചന്ദ്രനും ഭൂമിയും പോലെയും ബുധനും സൂര്യനും പോലെയും. ഗ്ലീസെ 832 എന്ന ഈ കുള്ളൻ നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 2008 ആദ്യമായി നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഒരു ഗ്രഹത്തെ കണ്ടെത്തുന്നത്, ഗ്ലീസെ 832b. നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ഭാരത്തിൻ്റെ 2/3 ഇതിൻ്റെ ഭാരം. നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 3.4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് ഈ ഗ്രഹം നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്നത്. ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് വരുവാൻ ഗ്രഹത്തിന് ഭൂമിയിലെ ഏകദേശം 10.5 വർഷത്തോളം സമയമെടുക്കും. രണ്ടാമത്തെ ഗ്രഹമായ ഗ്ലീസെ 832c 2015 റോബർട്ട് വിറ്റൻമയർ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ശാസ്ത്ര സംഘം കണ്ടെത്തി. ഭൂമിയോട് 81% സാമ്യമുള്ളതിനാൽ ഈ ഗ്രഹത്തെ രണ്ടാമത്തെ ഭൂമി എന്നാണ് അന്ന് വിളിച്ചത്. പക്ഷേ ഭൗതികപരമായി ഭൂമിയുമായി പൂർണ്ണമായും സാമ്യമില്ല. ഗ്ലീസെ 832cയുടെ ഭാരം ഭൂമിയുടെ 5 മടങ്ങാണ്. നക്ഷത്രത്തിൻ്റെ വളരെ അടുത്തുള്ള ഹാബിറ്റബിൾ സോണിലാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൽ നിന്നും വെറും 0.16 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിൽ. ഇത്ര ദൂരത്തിലൂടെ ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുവാൻ 35 ഭൗമദിനങ്ങൾ വേണ്ടിവരും ഗ്രഹത്തിന്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ വെറും 1/6 ദൂരം മാത്രം. ഉയർന്ന ഭ്രമണ വികേന്ദ്രീകൃത മൂലം ഇത് ജീവിക്കാൻ കഴിയുന്ന മേഖല അഥവാ ഹാബിറ്റബിൾ സോണിൽ നിന്നും പുറത്തേക്കും അകത്തേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ തന്നെ ഭീകരമായ താപനില മാറ്റങ്ങൾ ഇതിലുണ്ടാകും. ഏകദേശം സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് തന്നെയാണ് ഗ്രഹത്തിന് നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്നത്. ശരാശരി ഉപരിതല താപനില -20 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ സാന്ദ്രമായ അന്തരീക്ഷമുണ്ടായാൽ താപനില ഇതിലും കൂടും. ഒരു വശം എല്ലായ്പ്പോഴും നക്ഷത്രത്തിലേക്ക് തിരിഞ്ഞതിനാൽ പ്രകാശവശവും ഇരുണ്ട വശവും വലിയ താപവ്യത്യാസമുണ്ടാകും. ഇത് സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭീകരമായ കാറ്റുകൾക്ക് കാരണമാകും. 2017 US-ലെ ടെക്സസ് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ മൂന്നാമതൊരു ഗ്രഹം കൂടിയുണ്ട് എന്ന് പറഞ്ഞു. 1 മുതൽ 15 ഇരട്ടിയോളം ഭൂമിയുടെ ഭാരമുള്ളതും 0.25 മുതൽ 2 ആസ്ട്രോണമിക്കൽ ദൂരത്തിലുള്ള ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഗ്രഹം. എന്നാൽ അവർക്ക് ഈയൊരു ഗ്രഹത്തിൻ്റെ നിലനിൽപ്പിനെ വ്യക്തമായി തെളിയിക്കുവാൻ സാധിച്ചില്ല. ജീവൻ നിലനിൽക്കുവാൻ ഏറെ സാധ്യതകളുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഗ്ലീസെ 832c എന്ന ഗ്രഹത്തിൽ ജീവനുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഉയർന്ന ഗുരുത്വാകർഷണ ബലമാണ് ഗ്രഹത്തിനുള്ളത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 200% മുതൽ
400% വരെയാണ് ഈ ഗ്രഹത്തിലെ ഗുരുത്വാകർഷണ ബലം. അതുകൊണ്ട് തന്നെ ഗ്രഹത്തിലെ മലകൾക്ക് ഉയരമുണ്ടാകില്ല, സമുദ്രങ്ങൾക്ക് ആഴവും ഉണ്ടാകില്ല. ഇത് ചൂടുള്ള വെള്ളത്തിൻ്റെ വിസ്തീർണം കൂട്ടും. അതായത് ജീവജാലങ്ങൾക്ക് ജീവിക്കുവാൻ അനുകൂലമായ അന്തരീക്ഷം. ഗ്രഹത്തിൻ്റെ സാന്ദ്രമായ അന്തരീക്ഷവും വളരെയേറെ മങ്ങിയ ചുവന്ന സൂര്യനും ഗ്രഹത്തിൻ്റെ ഉപരിതലത്തെ ചുവന്ന നിറത്തിലും പകുതി അന്ധകാരം നിറഞ്ഞതുമാക്കും. എല്ലായ്പ്പോഴും ഒരേ വശം നക്ഷത്രത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ പ്രകാശവശം ചൂടുള്ളതായിരിക്കും, ഇരുണ്ട വശം നല്ല തണുപ്പുള്ളതുമായിരിക്കും. ഇരുവശങ്ങളുടെയും അതിർത്തി മേഖലകളിൽ ചൂടും തണുപ്പും ഇടകലർന്നു വരുന്നത് കൊണ്ട് താപനില വളരെ സുഗമമായിരിക്കും. ഒരു വശത്തെ ചൂടും മറുവശത്തെ തണുപ്പും മൂലം ശക്തമായ കാറ്റ് വീശിയടിച്ചുകൊണ്ടേയിരിക്കും. വളരെ വികേന്ദ്രീകൃതമായ ഭ്രമണവും ചെറിയ ഭ്രമണപഥവും മൂലം ഓരോ ആഴ്ചയും ഗ്രഹത്തിലെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. ഭൂമിയിലേതുപോലെ അച്ചുതണ്ടിൻ്റെ ചെരിവ് കാലാവസ്ഥയെ ബാധിക്കില്ല. കാലാവസ്ഥാ മാറ്റം സംഭവിക്കുന്നത് ഗ്രഹം നക്ഷത്രത്തിൻ്റെ അടുത്തോ ദൂരത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. ജീവിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള അതിർത്തിയിലെ വലിയ പ്രദേശമാണ്. ഈ പ്രദേശത്ത് മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുകയും ഇരുണ്ട വശത്തിലെ മഞ്ഞുരുകലിൽ നിന്നും വെള്ളം ലഭിക്കുകയും ചെയ്യും. സമുദ്രം ഉയർന്ന ഗുരുത്വാകർഷണ ബലത്തെ കുറയ്ക്കുകയും കാറ്റും താപമാറ്റവും തടയുകയും ചെയ്യും. ജീവജാലങ്ങളാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ അനിയോസിസ് അഥവാ നിഷ്ക്രിയാവസ്ഥ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ചൂടുള്ള വശത്ത് നിന്ന് തണുത്ത വശത്തേക്ക് കുടിയേറുകയോ ചെയ്യും. നമ്മൾ വിക്ഷേപിക്കുന്ന സ്പേസ് പ്രോബ് ഒരിക്കൽ ഗ്ലീസെ 832Cയിൽ ഇറങ്ങുകയാണെങ്കിൽ ഉയർന്ന ഗുരുത്വാകർഷണ ബലത്തിൽ വളരെ കട്ടിയുള്ള ശരീരവും ശക്തമായ അസ്ഥികളും മസിലുകളുമുള്ള ജീവജാലങ്ങളെ കാണുവാൻ സാധിക്കും. സസ്യങ്ങൾക്ക് ഇരുണ്ട നിറമായിരിക്കും. കറുത്ത നിറം പ്രകാശത്തെ ആഗിരണം ചെയ്യും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇരുണ്ട നിറം വെളിച്ചത്തെ പരമാവധി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. വളരെ താഴ്ചയിലേക്ക് വളർന്ന ശക്തമായ വേരുകളും കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും അവയ്ക്കുണ്ടാകും. കരയിലും ജലത്തിലും മാത്രമല്ല, സാന്ദ്രമായ അന്തരീക്ഷത്തിൽ വായുവിൽ ഒഴുകി നടക്കുന്ന ജീവജാലങ്ങളും ഏകകോശ ജീവികളും വായുപ്രവാഹങ്ങളിലൂടെ സഞ്ചരിക്കും. വളരെയേറെ മങ്ങിയ സൂര്യനും ഉയർന്ന മേഘങ്ങളും ഉള്ളതിനാൽ ഉപരിതലം മുഴുവൻ ഇരുണ്ടതായിരിക്കും. പ്രകാശത്തെ കാണുന്നതിന് പകരം ഇൻഫ്രാറെഡ് പരിധിയിലുള്ള തിരിച്ചറിവിനായിരിക്കും ഇവിടെ പ്രാധാന്യം. ഒരു വശത്ത് ശാശ്വതമായ പകൽ, മറുവശത്ത് ശാശ്വതമായ രാത്രി. ഇവയുടെ അതിർത്തി പ്രദേശത്ത് ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത. ഗ്ലീസെ 832C ഇത് മനുഷ്യർക്കുള്ള അടുത്ത വീടാകുമോ? അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന രണ്ടാമത്തെ ഭൂമി മാത്രമായിരിക്കുമോ? ശാസ്ത്രം നമ്മെ ഉത്തരങ്ങളിലേക്ക് നയിക്കുന്നു. പക്ഷേ ഓരോ കണ്ടെത്തലും പുതിയ പുതിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ആകാശത്തിൻ്റെ ആഴങ്ങളിൽ ഇനിയും എത്ര ലോകങ്ങൾ നമ്മെയും കാത്തിരിക്കുന്നു? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ ഗ്രഹത്തിൽ ജീവനുണ്ടാകുമോ? ഭൂമിയിൽ നിന്നും ഏകദേശം 20 പ്രകാശവർഷങ്ങൾക്കകലെ, അതായത് 6.3 പാർസക് അകലെ, ലിബ്ര നക്ഷത്ര സമൂഹത്തിനുള്ളിൽ ഒരു വിചിത്രമായ ഗ്രഹവ്യവസ്ഥയുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയതും അത്ര സജീവമല്ലാത്തതുമായ എം കുള്ളന്മാരിൽ ഒന്നായ സ്പെക്ട്രൽ ക്ലാസ് M3Vയിൽ ഉൾക്കൊള്ളുന്ന ഗ്ലീസെ 581 എന്നറിയപ്പെടുന്ന ചുവന്ന കുള്ളൻ നക്ഷത്രമാണ് അവിടെയുള്ളത്. പ്രപഞ്ചത്തിലുള്ള മറ്റു തരം നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിപ്പവും മാസും പ്രകാശ തീവ്രതയും താപനിലയുമെല്ലാം വളരെയേറെ കുറഞ്ഞ നക്ഷത്രങ്ങളാണ് ഈ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ. ലിബ്ര നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായ ബീറ്റ ലിബ്രയ്ക്ക് ഏകദേശം 2 ഡിഗ്രി വടക്കായിട്ടാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഗ്ലീസെ 581 പോലുള്ള ഒരു M ക്ലാസ് കുള്ളൻ നക്ഷത്രത്തിന് സൂര്യനേക്കാൾ വളരെയേറെ കുറഞ്ഞ പിണ്ഡമാണുള്ളത്. ഇത് നക്ഷത്രത്തിൻ്റെ കാമ്പ് മേഖലയിൽ ഗണ്യമായ കുറഞ്ഞ നിരക്കിൽ ഹൈഡ്രജൻ സംയോജിക്കാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ ഈ നക്ഷത്രം നിയർ ഇൻഫ്രാറെഡിലുള്ള വികിരണങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന 101ാമത്തെ നക്ഷത്രമാണിത്. സൂര്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്ലീസെ 581 എന്ന നക്ഷത്രത്തിന് സൂര്യൻ്റെ 1/3 മാസ് മാത്രമേ ഉള്ളൂ. താപനില സാധാരണ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ പോലെ തന്നെ സൂര്യനേക്കാളും ഒരുപാട് കുറഞ്ഞ് 3200 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഈ നക്ഷത്രത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം ഏകദേശം സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ 1.3% മാത്രമേ ഉള്ളൂ. അത്രമാത്രം മങ്ങിയ നക്ഷത്രമാണ് ഗ്ലീസെ 581. ഈ നക്ഷത്രത്തെ സവിശേഷമാക്കുന്നത് അതിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ്. നമ്മുടെ സൗരയൂഥം പോലെ തന്നെ മറ്റൊരു സൗരയൂഥം ഈ നക്ഷത്രത്തിന് ചുറ്റിലുമുണ്ട്. ഗ്ലീസെ 581നെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 6 ഗ്രഹങ്ങളുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അവയിൽ ഗ്ലീസെ 581E, B, C എന്നീ 3 ഗ്രഹങ്ങളെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവയെ കൂടാതെ ഗ്ലീസെ 581D, F, G എന്നീ 3 ഗ്രഹങ്ങൾ കൂടിയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതായത് 8 ഗ്രഹങ്ങളടങ്ങുന്ന നമ്മുടെ സൗരയൂഥത്തോട് ഏറെക്കുറെ സാമ്യമുള്ള മറ്റൊരു സൗരയൂഥം. ഗ്ലീസെ 581 എന്ന ഈ നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹവ്യവസ്ഥയിലെ ആദ്യത്തെ ഗ്രഹമാണ്, ഗ്ലീസെ 581E. മറ്റു ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗ്രഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ മാസുള്ളത്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2.5 ഭൗമപിണ്ഡമാണ് ഈ ഗ്രഹത്തിനുള്ളത്. ഗ്ലീസെ 581E മാതൃനക്ഷത്രത്തെ വലം വയ്ക്കുന്നത് നക്ഷത്രത്തിൽ നിന്നും വെറും 0.028 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ അഥവാ 42 ലക്ഷം കിലോമീറ്ററുകൾ മാത്രം അകലത്തിലൂടെയാണ്. ഇത്ര ദൂരത്തിലൂടെ ഒരു തവണ വലം വെച്ച് തീർക്കുവാൻ ഗ്രഹത്തിന് വേണ്ടി വരിക ഭൂമിയിലെ വെറും 3.25 ദിവസങ്ങൾ മാത്രം. നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയേക്കാൾ ഒരുപാട് ഉള്ളിലായിട്ടാണ് ഈ ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഈ ഗ്രഹം നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു റോക്കി പ്ലാനറ്റാണ്. എന്നാൽ ഗ്രഹത്തിൻ്റെ ഉപരിതലം സൗരയൂഥത്തിലെ നരകം എന്നറിയപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ അയോയുടെ ഉപരിതലം പോലെ തന്നെ അതിതീവ്രമായ അവസ്ഥകളുള്ളതായിരിക്കും. ഈ നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ഗ്രഹത്തെ കണ്ടെത്തിയത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ ഒബ്സർവേറ്ററിയിലെയും ഫ്രാൻസിലെ ഗ്രനോബിൾ യൂണിവേഴ്സിറ്റിയിലെയും ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു. ആദ്യമായി കണ്ടെത്തിയ ഗ്രഹം ഗ്ലീസെ 581നെ രണ്ടാമതായി വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലീസെ 581b എന്ന ഗ്രഹമാണ്. ഈ ഗ്രഹമാണ് ഈ ഗ്രഹവ്യവസ്ഥയിലെ ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹം. നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്ലീസെ 581bയുടെ മാസ് നമ്മുടെ ഭൂമിയുടെ 20 മടങ്ങാണ്. അതായത് നെപ്റ്റ്യൂണിൻ്റെ മാസിന് സമാനം. ഈ ഗ്രഹവും നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൽ നിന്നും വെറും 0.04 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ അഥവാ 60 ലക്ഷം കിലോമീറ്ററുകൾ അകലത്തിലൂടെയാണ് ഇത് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഇത്ര ദൂരത്തിലൂടെ ഒരു തവണ വലം വെച്ച് തീർക്കുവാൻ ഗ്രഹത്തിന് വേണ്ടി വരിക ഭൂമിയിലെ വെറും 5.37 ദിവസങ്ങൾ മാത്രം. അടുത്തത് ഗ്ലീസെ 581c എന്ന അത്ഭുതകരമായ ലോകമാണ്. 2007 കണ്ടെത്തിയ സമയത്ത് ഗ്ലീസെ 581c ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. കാരണം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖല അഥവാ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയോട് ഏറെ സാമ്യമുള്ള ആദ്യത്തെ ഗ്രഹമായിരുന്നു ഇത്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗ്രഹത്തിന് ഭൂമിയുടെ മാസിൻ്റെ 6.8 ഇരട്ടിയോളം മാസുണ്ട്. ഭൂമിയേക്കാൾ വലുതും ഭാരം കൂടിയതും പാറക്കെട്ടുകൾ നിറഞ്ഞ റോക്കി പ്ലാനറ്റും ആയതുകൊണ്ട് ഈ ഗ്രഹത്തെ സൂപ്പർ എർത്ത് ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഭൂമിയേക്കാളും 6.8 ഇരട്ടിയിൽ കൂടുതൽ മാസുണ്ട് എങ്കിലും ഈ ഗ്രഹത്തിൻ്റെ വ്യാസം ഭൂമിയുടെ വ്യാസത്തിൻ്റെ 1.5 മടങ്ങ് മാത്രമേ ഉള്ളൂ. സൗരയൂഥത്തിന് വെളിയിൽ ഇന്നേ വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹമാണിത്. മാത്രമല്ല മാതൃനക്ഷത്രമായ ഗ്ലീസെ 581ൽ നിന്നും ഏകദേശം 0.073 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ അതായത് 1,10,00,000 കിലോമീറ്ററുകൾ അകലത്തിലാണ് ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ 14 മാത്രം. എന്നാൽ സൂര്യനെ അപേക്ഷിച്ച് വളരെയേറെ മങ്ങിയ നക്ഷത്രമായതുകൊണ്ട് ഗ്രഹത്തിൻ്റെ ഉപരിതല താപനിലയും കുറവാണ്. അവിടെ ജലമുണ്ടെങ്കിൽ തീർച്ചയായും ആ ജലം ഭൂമിയിലേതുപോലെ തന്നെ ദ്രാവക രൂപത്തിലായിരിക്കും കാണപ്പെടുക. ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നക്ഷത്രത്തിൽ നിന്നും ചെറിയ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും പകലും മറുവശം എപ്പോഴും രാത്രിയുമായിരിക്കും. അതായത് ഗ്ലീസെ 581c എന്ന ഗ്രഹം നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡാണ്. നക്ഷത്രത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് എല്ലാ സമയവും ചൂടായിരിക്കും. ആ പ്രദേശത്തെ താപനില 70 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. എന്നാൽ മറുവശത്ത് ഒരിക്കലും സൂര്യപ്രകാശം ലഭിക്കുകയേയില്ല. ഇരുട്ട് മൂടിക്കിടക്കുന്ന ഈ വശത്ത് എപ്പോഴും അത്യധികം തണുപ്പാണ്. ഇവിടെ ജലമുണ്ടെങ്കിൽ അത് തീർച്ചയായും ശീതീകരിച്ച് ഐസായി മാറിയിട്ടുണ്ടാകും. ഈ പ്രദേശത്തെ താപനില എന്നത്
-150 ഡിഗ്രി വരെ താഴും. ഗ്രഹത്തിൻ്റെ ഒരു വശത്ത് ഇതുപോലെ ചൂടും മറുവശത്ത് തണുപ്പും നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രഹത്തിൽ എങ്ങനെയായിരിക്കും ജീവൻ നിലനിൽക്കുന്നത്? ഈ ഗ്രഹത്തിൽ വളരെ വിചിത്രമായൊരു പ്രദേശമുണ്ട്, ട്വിലൈറ്റ് സോൺ. ഗ്രഹത്തിൻ്റെ പകൽവശവും രാത്രിവശവും ഒരുമിച്ച് ചേരുന്ന പ്രദേശമാണിത്. ഈ പ്രദേശത്ത് -20 ഡിഗ്രി സെൽഷ്യസ് മുതൽ +20 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില എന്നാണ് കരുതപ്പെടുന്നത്. ട്വിലൈറ്റ് സോണിലെ താപനില ഉപരിതലത്തിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്ന അത്രത്തോളം സ്ഥിരതയുള്ളതാണ്. അന്തരീക്ഷത്തിൽ ചൂടും തണുപ്പും സന്തുലിതമാകുന്നതിനാൽ ഈ പ്രദേശത്ത് ജലം ദ്രാവക രൂപത്തിൽ തന്നെ തുടരും. പകൽവശത്തു നിന്നുമുള്ള തീവ്രമായ ബാഷ്പീകരണവും രാത്രി ഭാഗത്തു നിന്നുമുള്ള തണുപ്പും ഈ പ്രദേശത്തുള്ള നദികളിലും തടാകങ്ങളിലുമെല്ലാം ജീവന് തഴച്ചു വളരുവാൻ കഴിയുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. സങ്കീർണമായ ജീവന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശം ഈ ട്വിലൈറ്റ് സോൺ തന്നെയാണ്. 2008 ഒക്ടോബർ മാസം 9-ാം തീയതി ക്ലീസെ 581Cയിലേക്ക് അയച്ച ഒരു ഉയർന്ന പവർ ഡിജിറ്റൽ റേഡിയോ സിഗ്നലാണ് എ മെസ്സേജ് ഫ്രം എർത്ത് എന്ന AMFE. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ബിബോയിലെ ഒരു മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 501 സന്ദേശങ്ങൾ അടങ്ങിയ ഒരു ഡിജിറ്റൽ ടൈം ക്യാപ്സ്യൂളാണ് ഈ സിഗ്നൽ. ഉക്രൈനിലെ സ്റ്റേറ്റ് സ്പേസ് ഏജൻസിയുടെ RT-70 റഡാർ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ സന്ദേശം അയച്ചത്. 2029 തുടക്കത്തിൽ തന്നെ ഈ സന്ദേശം ഗ്രഹത്തിൽ എത്തിച്ചേരും. ഈ ഗ്രഹവ്യവസ്ഥയിൽ സ്ഥിരീകരിക്കാനായിട്ടില്ലാത്ത മറ്റു 3 ഗ്രഹങ്ങൾ കൂടെയുണ്ട്, ഗ്ലീസെ 581G-D-F. ഇവയെ കൂടാതെ ഈ സിസ്റ്റത്തിൻ്റെ പുറമറ്റത്ത് സൗരയൂഥത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വാൽനക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഡിസ്കുമുണ്ട്. അന്യഗ്രഹ ജീവികൾക്കായുള്ള SCTI, ആക്റ്റീവ് SCTI എന്നീ 2 തിരച്ചിലുകളും ലക്ഷ്യം വയ്ക്കുന്നത് ഗ്ലീസെ 581 എന്ന ഈ സിസ്റ്റം തന്നെയാണ്. 2008 ഈ ഗ്രഹവ്യവസ്ഥ സ്ഥിതി ചെയ്യുന്ന ദിശയിൽ നിന്നും വിശദീകരിക്കാനാകാത്ത ഒരു പ്രകാശ പൾസ് കണ്ടെത്തിയതായി ഒപ്റ്റിക്കൽ SCTI ഉപയോഗിച്ച് രഗ്ബീർ ഫതൽ അവകാശപ്പെട്ടു. ഗ്ലീസെ 581C എന്ന ഈ അത്ഭുത ലോകം മറ്റൊരു ഭൂമി തന്നെ ആയിരിക്കട്ടെ. അവിടെ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അവയെല്ലാം കണ്ടെത്താനും സാധിക്കട്ടെ. ഈ പ്രപഞ്ചം അനന്തമായ വിസ്മയങ്ങളുടെ വലിയ കലവറയാണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ ഗ്രഹവും നക്ഷത്രവും മുമ്പൊരിക്കലും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത രീതിയിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ചില ഗ്രഹങ്ങൾ ഭയാനകമായ ചൂടും കൊടുങ്കാറ്റും നിറഞ്ഞവയാണ്. മറ്റു ചിലത് വളയങ്ങളും വിചിത്രമായ ഭ്രമണപഥങ്ങളും കൊണ്ട് ശ്രദ്ധ നേടുന്നു. മറ്റു ചിലത് ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള സ്വർഗസമാനമായ ഗ്രഹങ്ങളുമായിരിക്കും. അവിടെയും പ്രകൃതിയുടെ ക്രൂരമായ നിയമങ്ങൾ തന്നെയാണ് വിജയിക്കുന്നത്. ഒരു കണ്ടുപിടുത്തം നമ്മെ കൂടുതൽ കൗതുകത്തിലേക്ക് നയിക്കും. പക്ഷേ അതിൽ നിന്നും ഉയരുന്ന ഓരോ ചോദ്യങ്ങൾക്ക് പിന്നിലും മറ്റൊരു പുതിയ രഹസ്യം മറഞ്ഞിരിപ്പുണ്ട്. ഇതാണ് ബഹിരാകാശത്തിൻ്റെ സൗന്ദര്യവും അതേസമയം അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആകാശ ഗവേഷണങ്ങളുടെ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ അന്വേഷിക്കുന്ന ഓരോ ഗ്രഹവും ഓരോ വസ്തുവും മനുഷ്യകുലത്തെ ഭാവിയുടെ അറിവിലേക്കാണ് നയിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.